ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله أجمعين. أما بعد. ആദരണീയരായ സയ്യിദന്മാർ, വേദിയിലുള്ള മുഴുവൻ പണ്ഡിതന്മാർ, സദസ്സിലുള്ള ഓരോ മഹല്ലത്തിലും അതുപോലെ പല നാടുകളിലും ദർസുമായിട്ടും സദറായിട്ടും ഖത്തീബുമായും ജോലിയെടുക്കുന്ന പണ്ഡിതന്മാരെ, ശബ്ദം ശ്രവിക്കുന്ന ആരൊക്കെ ഉണ്ടോ, മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, സുദീർഘമായൊരു പ്രസംഗത്തിന് നേരം ഇല്ല. എൻ്റെ ബാപ്പാൻ്റെ 14 നമ്മൾ നടത്തേണ്ടത് തന്നെയാണ്. പക്ഷേ ഉള്ളാൾത്തവർ ഖാദിയായ സ്ഥിതിക്ക് അവർ നിർബന്ധമായിട്ടൊരു പരിപാടി നമുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ സമ്മതത്തോടു കൂടി എന്നാൽ അവർ നടത്തിക്കോട്ടെ എന്നുള്ള നിലയിൽ അവിടുന്ന് 14 ഇപ്പോൾ അവിടെ നടക്കുകയാണ്. ഞാൻ അവിടെ നേതൃത്വം കൊടുക്കേണ്ടതാണ്, എൻ്റെ കീഴിലാണ് നടക്കേണ്ടതും. പക്ഷേ അവിടുന്ന് സമ്മതം തന്ന് ഞങ്ങളെ പോയിക്കോളൂ, എനിക്കിങ്ങനെ ചെറിയൊരു വിഷയമുണ്ട് എന്ന് ഇവിടുന്ന് ഇസ്മായിൽ തങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ മദനീസിൻ്റെ പരിപാടി ഉണ്ട്, തങ്ങൾ ജസ്റ്റ് ഒന്ന് പോകണം. മദനീസിനെ വിട്ടിട്ട് നമുക്ക് പറ്റൂലല്ലോ പരിപാടി. കാരണം എന്താ, തല മറന്ന് കണ്ണ തേക്കരുത്. മദനീസ് ആരതാണ്? താജുൽ ഉലമൻ്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് ആ താജുൽ ഉലമൻ്റെ നോട്ടം നമ്മളാക്കിയത് താജുൽ ഉലമ തന്നെയാണ് എന്നുള്ള അർപ്പണ ബോധം നമുക്കുണ്ടായതുകൊണ്ട് ഞങ്ങളെ ബാപ്പയും ആ രൂപ നമ്മളോട് പറയൽ, മോനെ തല മറന്ന് കണ്ണ തേക്കരുത്, എന്തുണ്ടെങ്കിലും ബാപ്പ ഹയാത്തുണ്ടാകുമ്പോൾ സ്വന്തം ബാപ്പാനടുത്ത് ഉപ്പാപ്പാനടുത്ത് ചോദിച്ചിട്ട് അവിടുന്ന് മക്ബറയിൽ നിന്ന് ചോദിച്ച് വേണം പോകണമെന്ന് പറഞ്ഞ് ഇന്ന് അവിടുന്ന് വരുന്നതും. അവിടുന്ന് രാവിലെ പറഞ്ഞും ചെയ്തു, സിയാർത്തും ചെയ്ത് നിങ്ങളെ ശിഷ്യന്മാരുടെ പരിപാടിക്ക് പോയി. പിന്നെ നിങ്ങളെ അരുമപ്പെട്ട ശിഷ്യനും മാത്രമല്ല അങ്ങേയറ്റം സ്നേഹിച്ച മകൻ്റെ പരിപാടിയുണ്ട്, അപ്പോൾ അതിലേക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ അവിടുന്ന്. അതുകൊണ്ട് സുദീർഘമായ പ്രസംഗത്തിനൊന്നും നേരമില്ല. കുറച്ച് താജുൽ ഉലമൻ്റെ ഒരു മദ്ഹ് പറയൽ അതിന് അമ്മക്കും കൂടി ഊർജം നൽകലാണ് എന്നുള്ള രൂപത്തിൽ ആരാണ് താജുൽ ഉലമ? താജുൽ ഉലമ എങ്ങനെ ഖുറത്തു സാദാത്ത്, താജുൽ ഉലമയും നിങ്ങളും അതുപോലെ നിങ്ങളും താജുൽ ഉലമയും ഉണ്ടാകേണ്ട ബന്ധങ്ങൾ ഏതെല്ലാം രൂപത്തിൽ നമ്മളതിനെ കൊണ്ടടക്കണമെന്ന് ചെറുങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അല്ലാഹുവിൻ്റെ ദീൻ അത് നിലനിൽക്കും, അത് ഹയാത്താക്കും ഇൽമ കൊണ്ടാണ്. അതെ, ആരാണ് താജുൽ ഉലമ? സയ്യിദ് അബ്ദുറഹ്മാൻ കുന്നിക്കോയ തങ്ങൾ അൽ ബുഖാരി എന്ന സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളെന്ന ഉള്ളാളം തങ്ങളെന്ന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് എന്ന ആ വ്യക്തിത്വം, എന്ന മഹാൻ, എന്ന പണ്ഡിതൻ, എന്ന ആ ഉലമ ആകുന്ന ഔലിയ ആരാണ് എന്ന് ഞാനും നിങ്ങളും കണ്ണോടിക്കേണ്ടതുണ്ട്. താജുൽ ഉലമ എങ്ങനെയായി? അതേ, ഒരു വ്യക്തി 17 വയസ്സിൽ ദർസ് നടത്തിയ വ്യക്തി അതാ പിന്നീട് അല്ലാഹു തആല അതാ ഉയർത്തുന്നു, പേര് വെക്കപ്പെടുന്നു താജുൽ ഉലമ. അതേ, ഉലമാഇൻ്റെ കിരീടം, ഉലമാഇൻ്റെ കിരീടമാണോ വെച്ചത്, അല്ലെങ്കിൽ ഇൽമിൽ കിരീടമാണോ വെച്ചത്, അല്ലെങ്കിൽ വ്യക്തിത്വത്തിന് കിരീടമാണോ വെച്ചത് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. താജുൽ ഉലമയിലുണ്ടായ സ്വത്തെന്താണ്? ദുന്യവിയായ സ്വത്താണോ അതാ ഉഖ്റവിയായ സ്വത്താണോ? അതേ, രണ്ടും ഉണ്ടായിട്ടുണ്ട്. രണ്ടും അല്ലാഹു കൊടുത്തു. ഏത് മുഖേന? അൽ ഇൽമു നൂറുല്ലാഹ്, അല്ലാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ് ആ തഖ്വയോടുകൂടെ പഠിച്ചതിൻ്റെ ശേഷം അതിനെ തഖ്വയോടുകൂടി ജനങ്ങളിലേക്ക് പ്രബോധന വീതിയിൽ ഇറങ്ങിക്കൊടുത്തതിൻ്റെ ശേഷം അതാ അല്ലാഹു കൊടുക്കുന്നു.
ഇൽമ്, മഅരിഫത്തിൻ്റെ ഇൽമും ലദുന്യായ ഇൽമും എല്ലാ ഇൽമും അതാ അല്ലാഹു താജുൽ ഉലമക്ക് നൽകുകയാണ്. അതേ ഇൽമ് പഠിച്ചവൻ ആലിമിനിക്ക് ഈമാൻ വർദ്ധിക്കണമെന്നില്ല, ഈമാനുള്ളവന് ആലിമാവണം എന്നില്ല. എന്നാൽ രണ്ടും നേടണമെങ്കിൽ, രണ്ടും ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? തഖ്വയാണ്. ആ തഖ്വയാണ് ആരിലുണ്ടായത്? അതെ, അനക്കും നിങ്ങൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഞങ്ങളൊക്കെ നേതൃത്വമായ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് എന്നതിലുപരി താജുലുമയെ നിങ്ങൾക്കറിയാൻ പറ്റും, നിങ്ങൾ ശിഷ്യന്മാരാണല്ലോ. ആ സബുക്കായാലും അവിടുത്തെ ജീവിത സബുക്കിലുണ്ടാകുന്ന സമയത്ത് ഉള്ളാർത്തുണ്ടാകുന്ന ജീവിതശൈലി അത് നിങ്ങൾക്ക് അന്യം കാട്ടി അറിയാം. എന്നാൽ ആ രീതി തന്നെയാണ് താജുൽ ഉലമ വീട്ടിലും. അതിനൊരു മാറ്റമുണ്ടായിട്ടില്ല. എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ എനിക്ക് പേരിട്ടതും താജുൽ ഉലമ തന്നെയാണ്. മഹത്വം പറയുന്നതല്ല. എൻ്റെ ഉമ്മാമ മസ്ഊദ് എന്ന് പേര് വിട്ടപ്പോൾ അത് മാത്രം പോരല്ലടോ, അത് മാത്രം പോരാ, എൻ്റെ പേര് ഇരിക്കട്ടെ, അബ്ദുറഹ്മാൻ മസ്ഊദ് എന്ന് പേര് വിളിച്ചു. അങ്ങനെ മക്കളെയും പേരമക്കളെയും അങ്ങേയറ്റം സ്നേഹിക്കും. എല്ലാ നിലക്കും ഞങ്ങളോട് വിനയം കാണിക്കും. ദർസ് വിട്ട് വന്ന് കഴിഞ്ഞാൽ പേരമക്കളാന്ന് നമ്മൾ പിന്നെ താജുൽ ഉലമൻ്റെ മേത്ത് കയറിയിട്ടും മടിയിലിരുന്നും കളിക്കലായിരുന്നു. അന്നേരം അവിടുന്ന് ഒരു എതിർക്കലുമില്ല. അതേ, പണ്ഡിതനാണ്, വലിയ ആലിമാണ്, ജനങ്ങളെ മുമ്പിലുള്ളൊരു ധീര നേതാവാണ്. എന്നാൽ വീട്ടിലെത്തിയാലോ അതേ തനിയായ രക്ഷിതാവ്. എങ്ങനെയാണോ വീട്ടിൽ രക്ഷിതാവായി ജീവിക്കേണ്ടത് അതുപോലെ താജുൽ ഉലമ ജീവിക്കുന്നു. മക്കളെയും പേരമക്കൾ ആ രൂപത്തിൽ തലോരുന്നു. എനിക്കൊരു പക്വത വെച്ച സമയത്ത് തന്നെ താജുൽ ഉലമൻ്റെ രീതി സ്വാഭാവികം. വീട്ടിൽ വന്നു കഴിഞ്ഞാലും രാവിലെ ഖുർആനൊക്കെ ഓതി എന്നുമുള്ള സൂറത്തുൽ അൻആം നിർബന്ധമാണ്. അതൊക്കെ ഓതിയതിൻ്റെ ശേഷം വീട്ടിലെ രീതി എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പ പത്രം വായിക്കാതെ ഞങ്ങളാരും പത്രം വായിക്കൂല. നിങ്ങളുടെ ദർസ് ജീവിതം അത് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. താജുൽ ഉലമ പത്ര വായനൻ്റെ ശേഷം മാത്രമേ ശിഷ്യന്മാർ വായിക്കാൻ പാടുള്ളൂ. ആ രീതി തന്നെയാണ് പഴയകാല ദർസിൽ. അതേ, ഉസ്താദ് പത്രം കഴിഞ്ഞോ എന്നാൽ ബാക്കി ശിഷ്യന്മാർ, ഉസ്താദ് ചെയ്യുന്നോ എന്നാൽ ബാക്കി ശിഷ്യന്മാർ എന്നുള്ള ആ അദബിയാത്ത് രൂപം അതും ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുണ്ട്. താജുൽ ഉലമ അങ്ങനെ തന്നെയാണ് ഞങ്ങളും വളർന്നത്, താജുൽ ഉലമയുടെ കൂടെ. എന്നിട്ടോ അത് കഴിഞ്ഞ് ളുഹ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഈ കിതാബിലേക്ക് പ്രചോദനത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു കിതാബ് അറിയുന്നില്ലെങ്കിലും ഉപ്പാപ്പാൻ്റെ കിതാബ് നമ്മളെ വീടുകളിൽ ഒരുപാട് സൂക്ഷിച്ചുകൊണ്ട് ഇന്ന കിതാബ് എടുക്കടോ, ഇന്ന കിതാബ് എടുക്കടോ എന്ന് നമ്മളെ കൊണ്ട് എടുപ്പിച്ചിട്ട് വെറുതെ ഒന്ന് അത് നോക്കിയിരുന്നാൽ മതിയടോ എന്ന് നമ്മളെ കൊണ്ട് നോക്കിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കിതാബ് എടുത്തു കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞാലും ആ കിതാബ് മുത്താലയ ചെയ്യും. അതിൽ നല്ലവണ്ണം ചെയ്യുന്ന കിതാബാണ് ഇബ്നു അത്താഉല്ലാഹ് സിക്കന്ദരി റളിയല്ലാഹു അൻഹു ആ തങ്ങളുടെ കിതാബാകുന്ന ഹിക്മ അധിക നേരവും നോക്കിക്കൊണ്ടേയിരിക്കും. എന്നിട്ടോ അതിൽ പ്രതിപാദിച്ചതൊക്കെ പിന്നീട് എല്ലാം കഴിഞ്ഞ് അസർ സമയത്ത് ചിലക്കുമ്പോൾ നമ്മളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് കിതാബിൽ ഒരുപാട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേ അതിലുണ്ടാകുന്ന ഹുക്കമിയാത്തുകൾ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഇൽമിനുണ്ടാകുന്ന നമുക്ക് പ്രചോദനങ്ങൾ അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും, മങ്കൂസ് പോലും കിതാബ് എടുത്തിട്ട് അതിൻ്റെ ഹദീസ് വായിച്ച് അതിൻ്റെ അർത്ഥം വെച്ച് തന്നിട്ട് നമുക്ക് റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറഞ്ഞെന്ന് അങ്ങനൊരു ജീവിതമായിരുന്നു താജുൽ ഉലമ. ആ താജുൽ ഉലമ അതേ അവിടുത്തെ മകനെയും ഖുറത്തു സാദാത്ത് ആ തങ്ങളെയും ആ രൂപത്തിൽ തന്നെ പഠിപ്പിച്ചു. ഖുർആൻ ഓതാൻ വീട്ടിലെ നിബന്ധന തന്നെ ഖുർആൻ ഓതുക എന്നുള്ളതാണ്. നമ്മളെ ഉപ്പ കൂറത്ത് ജോലിയായ അഥവാ ആദ്യ കാലഘട്ടത്തിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ബാപ്പാൻ്റെ വരവ് മാസത്തിൽ 4 ദിവസമായിരിക്കും. അവസാന ദിവസം വരും.
വരുന്ന സമയത്ത് ഇത്ര ജുസ് ഓതണം, ഇത്ര നിങ്ങൾ പഠിച്ച് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ഓതി ക്ലിയറാക്കിയിട്ട് വെക്കണം എന്ന് പറയും. ലാസ്റ്റ് സൂറത്ത് വല്ലുഹ മുതലുള്ള സൂറത്ത് കാണാപ്പാടം പഠിച്ചത് ഓതി കൊടുക്കണം. വന്നു കഴിഞ്ഞാൽ നമ്മൾ 6 മക്കളുണ്ട്, അന്ന് 5 മക്കളായിരുന്നു നമ്മൾ നിൽക്കുന്ന സമയത്ത്, 2004 സമയം. അന്നേരം നമ്മളോടൊക്കെ ഇന്ന ഖുർആൻ ഇന്നത് പഠിച്ച് ഇന്ന് പഠിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ ദിവസം ഫുള്ളി ഇരുന്ന് കേൾക്കും, തെറ്റുണ്ടൊക്കെ പറഞ്ഞത് തിരുത്തും. അങ്ങനെയാണ് എൻ്റെ ബാപ്പാൻ്റെ ജീവിതവും. മക്കൾ ആ രൂപത്തിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നാട്ടിൽ സേവനം ചെയ്യുമ്പോൾ ഓരോ മഹല്ലത്തിൽ അവരെ മക്കളെയല്ലേ, ആ മക്കളെ ഉഷാറായി പഠിപ്പിച്ചാൽ അതിൻ്റെ ഉപകാരം എനിക്ക് കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെയും ആ രൂപത്തിൽ പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ ഇന്നിതാ നിങ്ങളെ മുമ്പിൽ ഒന്നിരുന്നതിനൊരു പഠിപ്പിച്ച ലഫ്ള് ആലിമിൻ്റെ ഡ്യൂട്ടി ഇൽമ് പഠിപ്പിക്കൽ, പറയലും പഠിപ്പിക്കലുമല്ലേ, പ്രബോധനം ചെയ്യലല്ലേ എന്നുള്ള മനസ്സിലാക്കിയിട്ട് ആ രൂപം നിങ്ങളിലേക്കും ഞാൻ എത്തിക്കുന്നു. അങ്ങനെ ആ താജുൽ ഉലമയെ എനക്കും നിങ്ങൾക്കും ഒന്നും കൂടി അഭിമാനിക്കണം. ലോകത്തുള്ള എല്ലാ ആലിമിനും എല്ലാ സയ്യിദന്മാർക്കും ഒരുപോലെ നേതൃത്വം നിന്ന മഹാൻ. അതെ, ഞാനും ബാപ്പയും ഉമ്മയും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇന്തോനേഷ്യ സിയാർത്ത് സമയത്ത് അവിടെ ഒരു മക്ബറയിൽ പോയി. അങ്ങനെ 2016 സമയം നമ്മളൊക്കെ ദർസ് പൂട്ടിയപ്പോൾ കൊണ്ടുപോയി. സയ്യിദന്മാരെ, കുത്തുബീങ്ങളായ സയ്യിദന്മാർ 7-9 സയ്യിദന്മാരെ മക്ബറുണ്ട് അവിടെ. അതിനൊരു സയ്യിദിൻ്റെ സിയാർത്ത് പോയ സമയത്ത് സിയാർത്ത് കഴിഞ്ഞു, ബാപ്പ സിയാർത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഒരു ഭയഭക്തിയോടെ നമ്മൾ ആമീൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പണ്ഡിതന്മാർ ആൾ ചോദിച്ചു, ഇതാരെ എവിടുന്ന് നിങ്ങൾ വരുന്നു ചോദിച്ചു. ഹിന്ദുന്നാണെന്ന് പറഞ്ഞു. എന്ത് സിയാർത്ത് ഉദ്ദേശിച്ച് വന്നതാണ്. അപ്പം അവിടെ ആ നാട്ടിലായ ഒരു ഹബിഷി കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാർ നമ്മൾ ഉപ്പാനെ പരിചയം ഉണ്ടായത് കൊണ്ട് തന്നെ കേട്ട് പരിചയം, കണ്ട് പരിചയം, കേട്ടും കണ്ടതും മർക്കസിൽ കണ്ടിട്ടുള്ളതും കേട്ടുള്ള പരിചയമാണ്. അങ്ങനെ അവരും തങ്ങളും വന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു കൂടി. ആ സമയത്ത് നമ്മളോട് ചോദിച്ചു, തങ്ങളെ മകനല്ലേ? അതെ ആണ്. ഇവിടെ വലിയൊരു, അഥവാ താജുലുലമൻ്റെ കാലത്ത്, ഹയാത്ത് കാലത്തുണ്ടായ വലിയൻ്റെ ഒരു മുരീദുണ്ട്, അവരും അതേ സ്ഥാനത്തുള്ളൊരു ഹയാത്തുണ്ട്, ആ പള്ളിയിൽ കിടക്കുന്നുണ്ട്, ആ പള്ളിയിൽ ഇരിക്കുന്നുണ്ട് പറഞ്ഞു. ജുമാ സമയമാണ്. ആയിക്കോട്ടെ, കാണാമെന്ന് പറഞ്ഞു. നമ്മളും കാണാം എന്ന് ഞങ്ങളും സിയാർത്ത് ചെയ്ത് പോകാമെന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ ആ വലിയനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, എന്നൊരു മകന് ഇന്നിങ്ങനെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ കണ്ട സമയത്ത് ആ വലിയ ഒറ്റ കരച്ചൽ ബാപ്പാനെ കണ്ടപ്പോൾ. എന്തിനാ കരഞ്ഞതെന്ന് പിന്നീട് തിരിഞ്ഞു. കരഞ്ഞതിന് ശേഷം അവിടുന്ന് കുറേ ദ്വാ ചെയ്ത് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാരിപ്പിച്ചതിന് ശേഷം പറഞ്ഞു, നിങ്ങളെ ബാപ്പ എൻ്റെ ഉസ്താദും ഷെയ്ഖുമായ എൻ്റെ എല്ലാമായ ആ വലിയൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് പേര് മറന്നുപോയി. ആ വലിയൻ്റെ മുരീദാണ് ഞാൻ. പക്ഷെ ആ വലിയന് എല്ലാ നിലക്കുള്ള പ്രചോദനം നൽകിയത് നിങ്ങളെ ബാപ്പായ താജുലുലമയാണ്. അപ്പോൾ ആ ഒരു കാരണമായിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നന്നായി. പക്ഷേ താജുലുലമ ഇന്ന് ഇല്ലല്ലോ. ആ വഫാത്ത് ഇന്നും എനിക്കത് എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ആ താജുലുലമൻ്റെ സ്ഥാനം നിങ്ങൾക്കറിയോ? അതെ, ലൈവുണ്ടോ?
രൂപത്തിലായാലും ആ ഇൽമിൻ്റെ രൂപത്തിലെ തഖ്വ. എന്തിന് ഇൽമുണ്ടായാൽ തഖ്വ ഉണ്ടാവുമോ? താജുൽ എപ്പം പറയോടോ, വറ ഉള്ള പണ്ഡിതനാണെങ്കിൽ അത് ഭയങ്കര അവസ്ഥ തന്നെയാണ്. ഒരു ഫിഖ് പഠിച്ച പണ്ഡിതൻ വറ ഉള്ള പണ്ഡിതനായി കിട്ടണമെങ്കിൽ അത് അല്ലാഹുവിൻ്റെ തൗഫീക്ക് നിർബന്ധം തന്നെ എന്ന് പറയും. കാരണം എന്തേ? പഠിച്ച അനക്കും നിങ്ങൾക്കും ഏത് വിഷയത്തിക്കൊരു കീലിയും കൗലും ഉണ്ടാവും. അത് ചെയ്തായിരിക്കും നമ്മളധികം രീതി ഉണ്ടാവുക. പക്ഷേ യഥാർത്ഥ അതേ തുഹ്ഫയിലൊക്കെ ഒറ്റ അഭിപ്രായം ഉണ്ടാവുമല്ലോ, ഏകാണ്ട് അഭിപ്രായം, ഒരെതിരുമില്ലാത്ത അഭിപ്രായങ്ങൾ ചെയ്തിട്ടുണ്ടാകുന്ന അമൽ ചെയ്യൽ അത് ഭയങ്കര പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ആലിമാന്ന് നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മളൊക്കെ സ്വീകരിക്കോ ഇല്ലോ എന്നറിയില്ല. അവസാന കാലഘട്ടമാകുമ്പോൾ നമ്മളൊക്കെ വിളിച്ച് ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മക്കളെ ദുആ ചെയ്യണം. നമ്മളൊക്കെ അള്ളാഹിൻ്റെ അടുത്ത് ജനങ്ങളിൽ വലിയ ആലിമാണ്, പക്ഷെ അള്ളാഹിൻ്റെ അടുത്ത് നമ്മൾ ഉഖ്റവിയായ ആലിമാണെന്ന് എനിക്കറിയില്ല. പിന്നെ ദുനിയാവിൽ ഒരുപാട് ദുൽമ് വരുന്നുണ്ട്. അതുകൊണ്ട് ബാപ്പിയുണ്ട് അന്നേരം. അതുകൊണ്ട് നിങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. ഒരുപാട് ദുൽമ് വരുന്നുണ്ട്, അതിലൊന്നും പെട്ടുപോകരുത്. എപ്പം ദുആ ചെയ്യണം. ലോകത്തിലെ പല മുസീബത്തും നടക്കുന്നുണ്ട്, ആ മുസീബത്തിലൊന്നും പെട്ടുപോകരുതേ. ദുആ ചെയ്യണേ, തഖ്വയോടെ ജീവിക്കണേ എന്ന് പറഞ്ഞ് ഒരുപാട് ഉപദേശം തന്നു. അതെ, അല്ലാഹു സ്തംഭിക്കലോടുകൂടി ലോകം മൊത്തം സ്തംഭിപ്പിച്ചു. ഒരേ മനസ്സിൽ എല്ലാവർക്കും അല്ലാഹു കൊടുക്കുകയാണ്. അങ്ങോട്ടും പോരുത്, ഇങ്ങോട്ടും പോരുത്. ഒരു വ്യക്തിയെ സ്വന്തം ഉമ്മാനെ കാണരുത്. അല്ലെങ്കിൽ അവർ കണ്ടു കഴിഞ്ഞാൽ കൊറോണയിലെ ക്വാറന്റൈനും മറ്റു രൂപത്തിലിരിക്കണം. അതെ, അല്ലാഹു ഇൽമു അവസാന കാലഘട്ടമാകുമ്പോൾ ഇൽമു ഉയർത്തൂലെ, തഖ്വ ഉയർത്തുമെന്ന് പറഞ്ഞത് ആ രൂപം തന്നെ അതിൽ തുടക്കം കുറിച്ചു എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഈമാൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ രൂപമാണോ ചിന്തിക്കുന്നത്? പക്ഷേ അല്ലാഹു അവിടെ ടെക്നോളജി, അതെ, മനുഷ്യന്റെ ആധുനികതയുടെ ടെക്നോളജിയുടെ വർധനവിന്റെ മൂലം അതിലേക്ക് അല്ലാഹു നമ്മളുടെ വിശ്വാസം അതിലേക്ക് അർപ്പിച്ചു. അല്ലാഹുവിനുള്ള വിശ്വാസം കുറയുന്നു. നമുക്ക് ജീവിതത്തിൽ തുടങ്ങുന്നു. അതെ, അങ്ങനൊക്കെ മുസീബത്ത് നേരത്തെ വരുന്നുവെന്നുള്ളത് ഉലമാഅയ ഔലിയായ താജുൽ ഉലമ മനസ്സിലാക്കിയ സമയത്ത് തന്നെ അതാ നേരത്തെ അവരെ പോലത്തെ ആലിമീങ്ങൾ ഔലിയാക്കന്മാർ ഇവിടുന്ന് മൺമറഞ്ഞു പോകുന്നു. അതേ, ഈ രൂപമുണ്ടാകുന്ന ഞങ്ങൾക്ക് ആ സമയത്ത് ഈ വ്യക്തി ഉണ്ടെങ്കിൽ അതേ നമുക്ക് ദുആ ചെയ്യുമല്ലോ. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇവിടെ നടക്കുകയും വേണം. അതിനടിസ്ഥാനത്തിൽ അല്ലാഹു അങ്ങനെയുള്ള ആളുകളെ മെല്ലനെ മാറ്റുന്നു. അതിൻ്റെ വേറൊരു വശമാണ് എൻ്റെ ബാപ്പാന്റെ വിയോഗവും. അതേ, നിങ്ങൾ അങ്ങോട്ട് അതാ പോകുന്നു, ഇങ്ങനെ ഇൽമ എടുത്തു കളയുമെന്ന് ഉറപ്പു തന്നെ, അതിന് യാതൊരു സംശയവും ഇല്ല.
എന്നാൽ ഞാനും നിങ്ങളും ദുആ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ആഖിറസ് സമാന്റെ ഫിത്ന വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആഖിറസ് സമാന്റെ ഫിത്ന വരുമെന്ന് യാതൊരു സംശയവും ഇല്ല. പക്ഷെ ഞാനും നിങ്ങളും ദുആ ചെയ്യേണ്ടതും ഞാനും നിങ്ങളും എന്നും പ്രതിജ്ഞ എടുക്കേണ്ടതും എന്തേ? അതേ റബ്ബേ, അന്നിലൂടെ ആ ആഖിറസ് സമാന്റെ ഫിത്ന നീ വരുത്തിക്കല്ല. അന്നിലൂടെ ആഖിറസ് സമാന്റെ ഫിത്ന വരരുത്. ഞാൻ എന്നെ കൊണ്ട് എത്രത്തോളം ഈ ദുനിയാവിനെ, ഈ നാടിനെ ഏതെല്ലാം രൂപത്തിൽ നന്നാക്കാൻ പറ്റുന്നുവോ അതിനൊക്കെ എനിക്ക് ആ രൂപമെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അല്ലാതെ ഫിത്നക്ക് വഴിയുണ്ടാക്കുന്നൊരവസ്ഥ എന്നിലൂടെ ആവരുത് എന്ന് ഞാനും നിങ്ങളും പ്രതിജ്ഞിക്കണം. അത് നിർബന്ധം തന്നെയാണ്. നമ്മളുടെ ഡ്യൂട്ടി ഇൽമാണ്. ഇൽമ പഠിച്ചുകൊണ്ട് പഠിപ്പിക്കലുമാണ്. ഓരോ നാടുകളിലും ഓരോ മഹല്ലത്തുകളിലും അതെ ഉലമാഇന് ഒരിക്കലും ഒരു സ്ഥലം നിർബന്ധമാകൂല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് ഉദാഹരണം, മക്കത്തുനിന്ന് മദീനയിൽ ഹിജ്റ പോയില്ലേ? എന്തിനു പോയി? പ്രശ്നമുണ്ടെങ്കിലും അതേ പ്രബോധനത്തിന് വേണ്ടിയല്ലേ? അവിടെ ഇൽമന്നല്ല പറഞ്ഞത്. അതുപോലെ തന്നെയാണ് അതിന്റെ ബാക്കി പത്രമാണല്ലോ ഞങ്ങളും. അനന്തരം ഞങ്ങളിലൂടെയല്ലേ. അതുകൊണ്ട് ഞങ്ങളേക്ക് ഏത് മഹല്ലത്തും എന്നെന്നും എന്താക്കിയിട്ടില്ല, തീറെഴുതി തന്നിട്ടില്ല. അനക്കും നിങ്ങൾക്കും തീറെഴുതി തന്നൊരു സ്ഥലമുണ്ട്. അത് ഖബറാ. ആ ഖബറിലെ വിജയത്തിന് വേണ്ടിയാണ് ഈ ദുനിയാവിലെ നെട്ടോട്ടം. ആ നെട്ടോട്ടമാകുന്ന ആ ഖബറിലെ വിജയത്തിന് വേണ്ടിയിട്ടതാ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ ഇൽമ പഠിച്ചു, ശരി തന്നെ. പക്ഷെ അത് തഖ്വയോടെ കൊണ്ടടന്നോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. അതേ നിങ്ങളെ പഠിപ്പിച്ച് അതേ ഇവിടത്തെ ഉലമാഇന് എല്ലാ നിലക്കും കരം നിന്ന, എല്ലാ നിലക്കും ഹിമ്മത്തോടെ നിന്ന ഏക വ്യക്തി താജുൽ ഉലമയല്ലേ. ആ താജുൽ ഉലമ ഏതെല്ലാം ഉലമാഇനെ ഉയർത്തി. അതേ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ, ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ മാത്രം പോയോ? ഇല്ല. അതേ ഈ കാലഘട്ടത്തിൽ സുൽത്താനുൽ ഉലമയാകുന്ന എ.പി. ഉസ്താദിനും അന്ന് ഹിമ്മത്ത് കൊടുത്തില്ലേ? ആ താജുൽ ഉലമന്റെ വാക്കുകൊണ്ടല്ലേ ഇന്നല്ലാഹു എത്രത്തോളം ഉയർത്തി. എടോ അനക്ക് ക്ഷീണം വന്നു, ഇനി എന്റെ പകരം അതാ എ.പി.നെ അല്ലാഹ്. അതെന്നെ ഏറ്റവും വലിയ അംഗീകാരമല്ലേ? ആ സുൽത്താനുൽ ഉലമക്കുള്ള അംഗീകാരം ആര് കൊടുക്കുന്നു? അതേ ഒരു കാലഘട്ടത്തിൽ അതേ മക്കത്തും മദീനത്തും മാത്രമല്ല, ഇവിടെയുള്ള മുശാവറ ഉള്ളതുപോലെ ഉലമാഇന്റെ അഇമ്മത്തിന്റെ അതേ വേൾഡിലുള്ള 40 പണ്ഡിതന്മാരിൽ നിന്ന് നേതാവായ അലവി മാലിക് അബ്ബാസ് മാലിക് അവരും നേതാവായി കണ്ടു. ആരെ? അതേ ഉള്ളാളം തങ്ങളെ എന്നതാ അവര് വന്ന് വിളിക്കുന്നു. ആര്? അശ്ശൈഖ് അതേ അബ്ദുറഹ്മാൻ അൽ ബുഖാരി താജുൽ ഉലമാ. അവര് പേര് വെക്കപ്പെടുന്നു. അവരും തഖ്വന്റെയും എല്ലാത്തിന്റെയും പണ്ഡിതന്മാർ, ശറഉൽ മുഹദ്ദബ് അന്നൽക്ക് കാണാപാഠമുണ്ടായിട്ട് ആ രൂപത്തിൽ 4 മദ്ഹബിലും ഒരേ നേരത്തെ താജുൽ ഉലമനെ പോലെ തന്നെ ഹുക്മ കൊടുക്കാൻ പറ്റിയ പണ്ഡിതന്മാരായിരുന്നു. അവര് പേര് വെക്കുകയാണ്. ആർക്ക്? അതേ ഹിന്ദിയിലുള്ള കരുവന്തുരുത്തി ജനിച്ച അതേ നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റിയ, ഈ കർണാടകക്കാർക്ക് അഭിമാനിക്കാൻ പറ്റിയ, ലോകം മൊത്തം നിയന്ത്രിച്ച ഏക പണ്ഡിതൻ ഈ കാലഘട്ടത്തിലുള്ള 5 അറിവ്. ആര്? ഉള്ളാളം. ആ ഉള്ളാളം എന്നുള്ള ഗ്രാമത്തിലുള്ള ആ പണ്ഡിതനക്ക് പേര് വെക്കുന്ന താജുൽ ഉലമ. മനസ്സിലാക്കി താജുൽ ഉലമന്റെ പവർ എത്രത്തോളം ഉണ്ട്. വലിയ ഭാഗ്യവാന്മാരാം നിങ്ങൾ. അൽഹംദുലില്ലാഹ് ഞാനും ഉണ്ട്. എനിക്ക് തുടങ്ങി തന്നു എന്നുള്ളൊരു അലിഫും ബാവും തുടങ്ങി തന്നു എന്നുള്ള ആ ഇൽമിന്റെ തുടക്കം പാപ്പയാന്നുള്ളത് ശിഷ്യത്വം സബുക്കിലില്ലെങ്കിലും ഇൽമ കുറഞ്ഞ് ചെറിയ രൂപത്തിൽ പഠിപ്പിച്ചാലും ശിഷ്യൻ തന്നെയാണല്ലോ ഷാഫി ഇമാം പറഞ്ഞത്. ആ രൂപത്തിൽ നമ്മൾ ശിഷ്യൻ തന്നെയാണ്. പക്ഷേ അതിനേക്കാളുപരി നിങ്ങൾ അവിടുന്ന് സനദ് തന്നെ വാങ്ങിയിട്ടുള്ള ഉസ്താദ് എത്ര അഭിമാനിക്കാണ്ട് നിങ്ങൾക്ക്. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. അല്ലാഹു തആല ഇനിയും ഒരുപാട് വിശദീകരിക്കാണ്ട് സമയം അനുവദിക്കുന്നില്ല. ആർന്ന ഡ്രൈവർ പറഞ്ഞുകൊണ്ടുണ്ട്, അവിടുന്ന് വിളിച്ചുകൊണ്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി പത്രം അതേ ഉലമാഉൽ ഉസ്താദ് നേരത്തെ പറഞ്ഞു, ഫിഖ് കൗൺസിൽ പറഞ്ഞു, അതിൽ തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും.
അല്ലാഹു തആല ആ രൂപത്തിലെല്ലാം ജീവിതത്തിൽ ഏതൊക്കെ രൂപത്തിൽ തഖ്വയുടെ താജുൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ അതൊക്കെ പകർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സാന്ദർഭികം നിങ്ങൾ മദനിമാരായതുകൊണ്ട് തന്നെ പറയുകയാണ്, ഇൻഷാ അല്ലാഹ് നിങ്ങൾ തന്നെയാണ് വിജയിപ്പിക്കൽ. പക്ഷെ ഇനി ഇപ്രാവശ്യം ഒന്നും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അനക്കും നിങ്ങൾക്കും ഭാരം എന്നുള്ളതല്ല, പകരം മദദ് കിട്ടണോ, നസർ കിട്ടണോ, നദർ കിട്ടണോ എന്നുള്ള രൂപത്തിൽ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇപ്രാവശ്യം ഭാരം അതെ സാദാത്തില്ല. പകരം ഇനിയിപ്പോ നമ്മളാണ് ഇപ്പൊ ഏറ്റെടുത്ത് നടത്തേണ്ടത്. ഇൻഷാ അല്ലാഹ് ഒക്ടോബർ 4, 5, 6 താജുൽ ഉലമന്റെ ഉറൂസ് മുബാറക് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിക്കുന്ന അന്ന് പ്രഖ്യാപിക്കുന്ന അന്നാണ് ബാപ്പന്റെ വഫാത്ത്. പിറ്റേന്ന് സ്വാഗത സംഘം 12 ഇവിടെ സ്വാഗത സംഘം എല്ലാം തീരുമാനിച്ചായിരുന്നു. പക്ഷേ അല്ലാഹു ഖദർ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ എന്നതല്ലേ. അജലെത്തിയാൽ ഈ പറയുന്ന തങ്ങൾ ഇനിയും ഞാനിവിടെ പറഞ്ഞു പോയി ഞാൻ ഉള്ളാളത്തെത്തോ ഇനി വീട്ടിലെത്തോ എന്ന് എനക്കും നിങ്ങൾക്കും ഉറപ്പില്ല. പക്ഷേ ഇന്നത്തെ രാവ് വരെ പ്രതീക്ഷിക്കാമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ പഠിപ്പിച്ചെന്ന അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് അതുവരെ ഉണ്ട് എന്നെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റും. എന്നാലും ആ ഒരു പ്രതീക്ഷ മാത്രം ഹദീസിനോടുണ്ടാകുന്ന ഒരു പ്രതീക്ഷ, പക്ഷേ നമ്മളെ ജീവിത വ്യക്തിശുദ്ധി കൊണ്ട് ഏതായാലും ഉണ്ടാവില്ല തന്നെയാണ് ആരൂപമായതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആവുന്ന പരമാവധി ഏതൊക്കെ രൂപത്തിൽ നിങ്ങൾക്ക് താജുൽ ഉലമന്റെ ആ ഉറൂസിൽ പരമാവധി നിങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം അരിയും കാര്യങ്ങളൊക്കെ എത്തിച്ചെന്നത്. ബാപ്പാന്റെ കൂടെ വന്നപ്പോൾ ഒരുപാട് അനക്ക് പരിചയമില്ലെങ്കിലും ഇന്ന മദനി ഇങ്ങനെ തന്നി നമ്മളെന്നെ ഏൽപ്പിക്കും. ഇന്നിപ്പോ തന്നെ നമ്മൾ തന്നെ വാങ്ങിക്കേണ്ട അവസ്ഥയായിപ്പോയി. അല്ലാഹു തആല അവരുടെ നമ്മളെ ജീവിതത്തിൽ ഫതഹ് നൽകട്ടെ. ആ ബാപ്പാന്റെ മദദ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ ഞങ്ങളെ ഉമ്മാക്ക് വേണ്ടിയിട്ടും ഇനി അവിടുത്തെ തർബിയത്ത് നമുക്ക് ഉമ്മാൻ്റെതാണ്. അതുപോലെ എൻ്റെ അഞ്ചൻ പങ്കന്മാർ അവർ കുടുംബത്തിലൊക്കെ സമാധാനത്തിലാണ്. വിടവ് തന്നെയാണ്, ഒരിക്കലും നികത്താൻ കഴിയൂലല്ലോ. പിന്നെ ഒരു സമാധാനം അവിടുന്ന് നോക്കുമെന്നുള്ള ഒരു സമാധാനം മാത്രമുണ്ട് എന്നല്ലാതെ ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ ഹിമ്മത്തോടൊരു നിന്നൊരു നേതൃത്വമായിരുന്നു. കുടുംബത്തിൽ അടക്കം അങ്ങനെ ആയിരുന്നു. അത് വേണ്ടാന്നുള്ളൊരു ഉപ്പാവ് പോയപ്പോൾ പിന്നെ നമുക്ക് സമാധാനം ബാപ്പയായിരുന്നു. പിന്നെ അതില്ല. ഏതായാലും അല്ലാഹു തആല ഖളാ ഖദർ കണക്കാക്കും. ആ ഖളാ ഖദർ വിശ്വസിക്കാൻ എന്നിട്ട് അതുകൊണ്ട് ഈമാൻ വർദ്ധിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.